ഓ, ഇന്ന് രാവിലെ തന്നെ ഇപ്പം ആരാ ഫോണിൽ വിളിക്കണേ? ആരാ? ഡിങ്കു ഡിങ്കു തന്നെയാണല്ലോ. എന്തായാലും എടുക്കാം. ഹലോ. ആ ആ ശരി ശരി, ഞാൻ വെച്ചേക്ക്. ചേടാ, എൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു, ഡിങ്കു. അവൻ്റെ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടണമെന്ന്. അവൻ ഏട്ടാ പോയതാണ്, നമ്മുടെ നാട്ടിലില്ലാന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് നമ്മളെ ജീപ്പ് എടുത്ത് പോവാം. വീടവിടെ ചോദിക്കാൻ മറന്നുപോയി. ഏത് ഭാഗത്താന്നറിയാം, വിളിച്ച് ചോദിച്ചോക്കാം. ഹലോ ഡിങ്കു, നിന്റെ വീട് ഏത് ഭാഗത്താ? ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് വണ്ടി കൊണ്ട് പോവാം. നമുക്ക് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് പോവാം. പാട്ടാണാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ വലത്തോട്ടം ഞാൻ പറഞ്ഞ് പോയി നോക്കാം. ഇവനൊക്കെ വലിയ കാശുകാരനായിട്ടുണ്ട് ഇപ്പോൾ. ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ടേ? ആരുടെയും ചോദിച്ചാലോ? ഇവിടെ നിന്നൊരു മനുഷ്യനെയും കാണുന്നു. ഇതെന്താ ഇവിടെ വൃത്തിയാക്കൊന്നും ചേച്ചിക്ക് അങ്ങനെ അറിയാനും പാടില്ല. നമ്മൾ വേറെ ആളോട് ചോദിക്കാൻ പോവാം. ഈ പരിസരത്ത് ഒരാളും ഇല്ലേ? ഇവിടെ എന്തോ റേസിങ് കളിക്കാൻ പോകാനുണ്ട്. ഇവിടെ ഒരു ആൻറ്റി ഉണ്ട്, ഈ ആൻറ്റിയോട് ചോദിച്ചാൽ മതി. ആൻറ്റി, ഈ ഡിങ്കുവിൻ്റെ വീട് എവിടെ അറിയോ? ഡിങ്കു മറ്റേ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ഇതാ ആൻറ്റി, ഇതാണ് ആള്. ഇവനോട് അറിയോ? അവൻ്റെ നേരെ പോയിട്ട് വെള്ളയും മഞ്ഞും കളറുള്ള ആ വീട്. ഓക്കെ നേരെ വീട്ടിലുള്ള അതല്ലേ? എന്നാ ശരി, ഞാൻ ഡിങ്കുവിനെ വിളിച്ച് പറയട്ടെ. പാട്ടിടാം. എവിടെ? നേരേതാ, ഈ റോഡിന്. ഈ ഫെറാറി ഓടിച്ചിട്ട് പോവാം. ഈ സൈഡിലെ വീട് കണ്ട്, ഇത് തന്നെയാണ്. ചായ വണ്ടി തന്നെ വെക്കാല്ലേ? എന്തായാലും ഇറങ്ങാൻ നേരത്ത് കാണാതാകണ്ട. ഡിങ്കിനെ വിളിച്ച് നോക്കട്ടെ. ഇതിനല്ലേ വീട് കഴിക്കാം. ഹലോ ഡിങ്കു. ഡിങ്കുവിൻ്റെ ബൈക്കാണത്. ഇതൊന്ന് റൗണ്ട് ഓടിച്ചിട്ട് ഇവിടെ വെക്കാം. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ലേ, അതിനോണ്ടൊന്ന് ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടേക്കാം. ഇനിയിപ്പോൾ ഹെൽമെറ്റ് ഇടേണ്ടി വരും, അതിൻ്റെ കുറവും വേണ്ട, ഹെൽമെറ്റും വെച്ചേക്കാം. ഇനി പോവാം. ചെറിയ റൗണ്ട് അടിച്ചിട്ട് വേണേൽ തിരിച്ച് വന്നേക്കാം, അതാ നല്ലത്. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഇവിടെ ഇതെല്ലാം കൂടെ ആകെ ബോറടിക്കുന്ന സ്ഥലമാണ്. നല്ല സ്മൂത്തായിട്ട് പോകുന്നു വണ്ടി. ഇത്ര മതി, വണ്ടി തിരിക്കാം. എന്താ ഈ വണ്ടിക്ക് ബ്രേക്ക് കുറച്ച് കുറവാ, പിടിച്ചാൽ കിട്ടാൻ പ്രയാസം. എന്നാലും പോയി നോക്കാം. അയ്യോ, ബ്രേക്കില്ല. തട്ടി അയാൾക്ക് പ്രശ്നമില്ല തോന്നുന്നുണ്ട്. നമുക്ക് അതിൽ പോകാം.
ഈ ബൈക്ക് ഓടിക്കാൻ അത്ര സേഫ് അല്ല, അതുകൊണ്ട് ഇത് വീട്ടിൽ കൊണ്ടേക്കാം. വീട്ടിലെത്തി. എൻ്റെ ജീപ്പാരാ മോഷ്ടിച്ചേ? എൻ്റെ ജീപ്പ് അവിടെ എവിടെയും കാണില്ലല്ലോ. എന്തായാലും ഡിങ്കോട് പറയണം. തെണ്ടികൾ എൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് പോയി. ഇനി ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് ഒഴിവാക്കാം. എന്തായാലും വീടിന് വരെ വന്നേലേ, വീടിൻ്റെ ഉള്ളിൽ വരെ കണ്ടിട്ട് പോവാം. എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് പോയേക്കണം. ആദ്യം ഈ ഭാഗം. ഇവിടെ ഒന്നുമില്ല. ഇതെന്ത് ബെഡ്റൂമോ? ഇവിടെ ചുമരുമേള് ചിത്രങ്ങൾ, അവൻ ടൂറ് പോയ ഫോട്ടോസൊക്കെ, TV, അവൻ്റെ ഭ്രാന്ത്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് അവനവിടെ പോയി. ഇവിടെ കാലി റൂമൊക്കെയാണ്. ഇതിൻ്റെ മുകളിൽ കയറിയേക്കാം. മുകളിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആ, ജീപ്പ് മോഷണം പോയ കാര്യം ഡിങ്കുവിനോട് വിളിച്ച് പറഞ്ഞാലോ? ഞാൻ വിളിച്ചു പറയാം. ഹലോ ഡിങ്കു, എൻ്റെ വണ്ടി മോഷണം പോയടാ, എൻ്റെ ജീപ്പ്. ആ എന്നാ ശരി, നീ പറഞ്ഞാൽ മതി. ഡിങ്കു ഡിങ്കുവിൻ്റെ വണ്ടിയുണ്ട് ബാക്കിൽ കാർ ബോക്സിൽ, അതെടുത്തോണ്ട് പോയിക്കോ. ആ വണ്ടി നീ എടുത്തോന്നൊക്കെ പറയുന്നേ. എന്തായാലും പോയേക്കാം. ചിലപ്പോൾ ഏതോ ലക്കട വണ്ടിയായിരിക്കും. ഇതികൂടെ ബാക്കിലോട്ട് പോകാന്നാ പറഞ്ഞില്ല. ഇവൻ്റെ വീട് ഏതായാലും കൊള്ളാം. ഞാൻ പോയിട്ട് വണ്ടി എടുത്തോടെ. വാവ്, വണ്ടി പൊളിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. കയറി നോക്കാം. വണ്ടി ഞാൻ കൊണ്ടുപോവാ. ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് പോകാല്ലേ? പാട്ടേക്കാം. പാട്ടിന്റെ പിച്ചി. വണ്ടി നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഈ പാട്ടിന്റെ പേര് വണ്ടി നല്ലോണം കറക്കി ഓട്ടിക്കട്ടെ, എന്നിട്ട് വീട്ടിൽ പോകാം. ഇത്ര മതി, നീ വീട്ടിൽ പോവാ. നമ്മുടെ വീട് തിങ്ങി പാട്ട് ഓഫാക്കാം. ഇവിടെ മതി. ഡിങ്കുവിനെ വിളിച്ച് പറയാം. ഹലോ ഡിങ്കു, ഞാൻ വീട്ടിലെത്തി കേട്ടോ. എന്തായാലും വീട്ടിൽ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇറങ്ങാം. കുറേ ആയില്ലേ. എന്തായാലും ഒന്ന് പുറത്തെല്ലാ വീട്ടിലേക്കും കയറി കറങ്ങിയിട്ട് വരാം.